ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ തയ്യാറാക്കുന്നത് നമ്മുടെ ലൈഫും നമ്മുടെ നിരത്തിലൂടെ ഓടുന്ന വാഹനങ്ങളുമായിട്ട് ഒരു താരതമ്യം, ചെറിയൊരു താരതമ്യം. അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ഒരു മെസ്സേജ് വേറൊന്നുമല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതങ്ങൾ അതേപോലെ നമുക്ക് താരതമ്യം ചെയ്താൽ വാഹനങ്ങളുമായിട്ടും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. റോഡിലൂടെ പോകുന്നത് അതെങ്ങനെയാണെന്നല്ലേ ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ ഒരു ഐഡിയയിൽ പറഞ്ഞു തരുവാണ്. അപ്പം നമ്മുടെ നിരത്തുകളിൽ ധാരാളം വാഹനങ്ങളുണ്ട്. അപ്പം വലിയ ഹൈവേയിൽ അപ്പോൾ നമ്മുടെ NH 66 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ വാഹനങ്ങൾ പോകും, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചില വാഹനങ്ങൾ വളരെ വേഗതയിൽ പോകും, ചില വാഹനങ്ങൾ ചില ലൈനുകളിൽ ബ്ലോക്കായി കുടുങ്ങി കിടക്കും. അപ്പം നമ്മുടെ മുന്നിലൂടെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഈ ചില വാഹനങ്ങൾ വളരെ വേഗത്തിലും ചില വാഹനങ്ങൾ ചില ലൈനുകളിൽ ബ്ലോക്കായി കുടുങ്ങി കിടക്കുന്നതും ചില റോഡുകളിൽ കുടുങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഇങ്ങനെ അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനങ്ങൾ ചിലത് ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്നു, എന്നാൽ മറ്റ് ചിലതാകട്ടെ വലിയ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ഒരടി പോലും മുന്നോട്ട് നീങ്ങാനാവാതെ കിടക്കുന്നു. സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ്, ശരിയല്ലേ? ചിലർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരു തടസ്സവുമില്ലാതെ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മറ്റു ചിലർ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും പ്രതിസന്ധികളുടെ വലിയൊരു ബ്ലോക്കിൽപ്പെട്ട് കാത്തു നിൽക്കേണ്ടി വരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, റോഡിലെ ബ്ലോക്ക് എത്ര നീളമേറിയതാണെങ്കിലും ഒടുവിൽ അതൊന്ന് മാറി വണ്ടികൾ മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും, ശരിയല്ലേ? അത് പിന്നീടും ഉണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും അതൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്, എന്നും അത് നിലനിൽക്കത്തില്ല, അതും ശരിയാണ്. പിന്നീട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വേഗത കണ്ടിട്ട്, അതായത് മറ്റുള്ള ആൾക്കാരുടെ വേഗത കണ്ടിട്ട് നമ്മൾ നിരാശപ്പെടേണ്ടത് ഒരാവശ്യവും ഇല്ല. നമ്മുടെ ഈ കാത്തിരിപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഒടുവിൽ നമ്മുടെ വഴികളും തെളിയും, നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഒപ്പമുള്ളവരുടെ വേഗതയല്ല, നമ്മുടെ സുരക്ഷിതമായ യാത്രയാണ് പ്രധാനം. അതായത് നമ്മൾ ഈ വളരെ വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ നോക്കിയിട്ട് നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുന്ന വാഹനങ്ങൾക്ക് എളുപ്പം പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അവരെ പോലെ വേഗത കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് വൻ വീഴ്ചയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന ആ ഡയലോഗ് ഇപ്പോൾ ഇവിടെ പറയാൻ കഴിയുന്നത്. കാരണം പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നിരാശയുണ്ട്. ഫേസ്ബുക്കിലെ വെച്ച് പറയുകയാണെങ്കിൽ പലർക്കും CM ഓപ്പൺ ആവുന്നില്ല, അതേപോലെ പലർക്കും പല കണ്ടൻറ്റുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ധാരാളം കിട്ടുന്നില്ല, ലൈക്കുകൾ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കുറേ നിരാശപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ, ഈ വാഹനങ്ങളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കണം. കാരണം വെച്ചാൽ നമ്മളങ്ങനെ ചിന്തിക്കണം. കാരണം വാഹനങ്ങൾ വേഗത്തിൽ പോകുമ്പോൾ, ചില വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുമ്പോൾ, അപ്പോൾ അതേപോലെ നമ്മൾ ചിന്തിക്കുക. ചില ആൾക്കാർ വളരെ വേഗത്തിൽ പോകുന്നു, പക്ഷെ അവരെ കണ്ടുകൊണ്ട് നമ്മൾ അതേ വേഗത്തിൽ നമ്മൾ പോകാൻ ശ്രമിച്ചാൽ നമ്മൾ ഒടുവിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ പതുക്കെ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ തത്വം, അതായത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അപ്പോൾ ഓക്കെ, ഇത് ഒരു മെസ്സേജായിട്ട് തരാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ വീഡിയോ മുഴുവനും കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. അത് ശരിയല്ല ഞാൻ ഈ പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.